സ്റ്റക്കായി പോയിട്ടുള്ളൊരു ലൂപ്പിൽ നിന്ന് ലൈഫ് തിരിച്ചു പിടിക്കാൻ ട്രൈ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലൊരു ടൂളായിട്ടാണ് എനിക്ക് ഹോപ്പിനെ തോന്നിയിട്ടുള്ളത്. ഹോപ്പ് എന്നത് ഒരിക്കലും ഒരു ഇമോഷനുമല്ല, എന്നാൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പോസിറ്റിവിറ്റിയും അല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു അതിനേക്കാൾ 1% എനിക്ക് ബെറ്ററാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഹോപ്പ്. ഈ ഹോപ്പ് ബിൽഡ് ചെയ്യാൻ ഞാൻ എടുത്ത 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, വലിയ വലിയ വിജയങ്ങളൊന്നും വേണ്ട. അതായത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം അത് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. രണ്ടാമത്, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു 1 ലൈനായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ, അതായത് ജേർണലിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്തൊരാളാണെങ്കിൽ നിങ്ങളത് എഴുതി നോക്കൂ. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. മൂന്നാമതായി, നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രഷർ മാക്സിമം കുറയ്ക്കുക. അതായത് ഓവർ തിങ്കിങ്ങും അതുപോലെ കമ്പാരിസണും മാക്സിമം ഒഴിവാക്കുക. ഇത്രയും കാലം അതൊക്കെ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി അതില്ലാത്തൊരു ജീവിതം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമല്ലോ. പിന്നെ നാലാമതായി, ഈ ഹോപ്പ് ഉണ്ട് എന്ന് കരുതി ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഹോപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു ശക്തിയൊക്കെ കിട്ടും. അതുകൊണ്ടായിരിക്കാം ഒരുപാട് കംബാക്ക് സ്റ്റോറീസൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.